ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുമ്പേലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അലീന വീട്ടിൽ നിന്ന് പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. ആ സമയത്ത് ബാഗെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഇരിക്കുന്ന ബൈബിളും ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം മമ്മിയുടെ ഫോട്ടോ നോക്കി അലീന സംസാരിക്കുന്നുണ്ട്. മമ്മി, ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ വരുന്നത് സ്വന്തം അമ്മയുടെ വീട്ടിലോട്ടാണെന്നുള്ളത്. അതിനുശേഷം എനിക്കെൻ്റെ സഹോദരങ്ങളെയും അച്ഛനെയും ഒരച്ഛനെയും എനിക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ബ്രിജിത്ത മമ്മിയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിവിടുന്ന് പോകുന്നതിന് ഒട്ടും താല്പര്യമില്ല. എനിക്കിവരോടൊന്നും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല മമ്മി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് സംസാരിക്കണം. ആ സമയത്ത് ബ്രിജിത്ത മമ്മി ഓപ്പോസിറ്റ് വന്ന് നിന്നിട്ട് അലീനയോട് സംസാരിക്കുന്നുണ്ട്. മോളെ, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നീ ഈ വീടിന് വേണ്ടിയും ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിൻ്റെ അമ്മ നീ സ്വന്തം മകളാണെന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ആ ഒരു തെറ്റിദ്ധാരണ മാത്രമേ ഇപ്പം നിങ്ങളുടെ ഭാഗത്തുള്ളൂ. അതുപോലെ തന്നെ നീ ഇനിയും മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യേണ്ട ഒരു കുഞ്ഞാണ്. അപ്പോൾ ഇനി നിൻ്റെ സേവനം മറ്റുള്ളവർക്കാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ബ്രിജിത്ത മമ്മി അലീനയോട് സംസാരിക്കുന്നുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനിവിടുന്ന് പോകുന്നത് തന്നെയല്ലേ മമ്മി ഉചിതമായ തീരുമാനം എന്ന് പറയുമ്പോൾ ബ്രിജിത്ത മമ്മി പറയുന്നുണ്ട്, അത് തന്നെയാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. ഞാനിവിടുന്ന് പോയെങ്കിൽ മാത്രമേ അമ്മ തിരിച്ചിങ്ങോട്ട് വരത്തുള്ളൂ എന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ സംഭാഷണത്തിന് ശേഷം അലീന ഫോട്ടോയും ബൈബിളും ഒക്കെ എടുത്ത് ബാഗിൽ വെച്ച് സിബിട്ട് അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം അലീനയ്ക്കൊരു കോൾ വരുന്നുണ്ട്. അത് മനുവിൻ്റെയാണ്. അങ്ങനെ മനു അലീനയോട് സംസാരിക്കുന്നുണ്ട്. മനുവേട്ട, അലീന പോകാൻ റെഡിയായെന്ന് ചോദിക്കും. റെഡിയായി. ഞാൻ വിളിച്ചത് തൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാനാ. ചിലപ്പോൾ ഒരുപക്ഷെ തീരുമാനം മാറാമല്ലോ. ഇല്ല മനുവേട്ട, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ. ഞാൻ ഇവിടുന്ന് പോയെങ്കിലല്ലേ മേഡം ഇങ്ങോട്ട് മതി, എപ്പോഴും ഇനി അത് തന്നെ പറയണമെന്നില്ലെന്ന് പറയും. അപ്പം തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ പോകുന്നത്? ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങണമെന്ന് അച്ഛൻ പറയുന്നത്. അല്ല, മനുവേട്ടൻ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അങ്കിളൊന്നും പറഞ്ഞില്ലെന്ന് പറയും. അല്ല, അച്ഛനൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ചില കാര്യങ്ങൾ നമ്മളത് പറയാതെ തന്നെ മനസ്സിലാക്കണം. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. വേണ്ട, അങ്കിളിന് അത് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വന്നാൽ മതി. ഞാൻ പിന്നെ ഒരു ദിവസം വന്ന് തന്നെ കണ്ടോളാമെന്ന് പറയും. ശരി മനുവേട്ട, തൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. എന്ത് കാര്യത്തിനും തനിക്ക് എന്നെ വിളിക്കാം എന്നൊക്കെ മനു അലീനയോട് പറയുന്നുണ്ട്. അത് അലീനയ്ക്കൊരു ധൈര്യമായിരുന്നു. അതിനുശേഷം എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയത്ത് അലീനയും കൂട്ടിക്കൊണ്ട് ബബിത ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, അല്ല ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ എടുത്തു കൊടുക്കും. ചോദിക്കും, ഇതെന്താ ഇന്ന് ഒരുപാട് ഫുഡുണ്ടല്ലോ. ഇന്ന് എന്നെ ഇവർ കിച്ചണിൽ കയറ്റിയിട്ടില്ല അച്ഛാ. ഇവർ രണ്ടുപേരുമായിരുന്നു ഇന്നത്തെ പാചകം മുഴുവൻ. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ സേവനം ഇനി മുതൽ ഇവിടെ ആവശ്യമില്ലെന്നാണ്. സേവനം മതിയാക്കി ഇവിടുന്ന് പോവില്ലേ എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. സേവനം മതിയാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് എടുത്ത തീരുമാനമില്ലേ എന്നൊക്കെ ബബിത ചോദിക്കും. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന ദിവസം എനിക്ക് കിച്ചണിലായിരുന്നു ഭക്ഷണം. അടുക്കളപ്പുറത്ത് പോയിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സർവൻ്റാണ് എനിക്ക് ആദ്യമായിട്ട് വിളമ്പി തന്നത്. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു എന്നൊക്കെ അലീന പറയും. അതിനുശേഷം അച്ഛനാണ് എന്നെ നിർബന്ധിച്ച് ഡൈനിങ് ഹാളിൽ പിടിച്ചിട്ട് ആഹാരം തന്നത് എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, മോളെ, അന്ന് നീ ഒരു സെർവൻ്റായിട്ടാണ് ഇവിടെ വന്നത്, പക്ഷേ ഇപ്പോൾ നീ അങ്ങനല്ല, എൻ്റെ മകളാണ് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ പറയും, നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് എന്തായാലും ഇവിടുന്ന് പോകണം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അലീന റൂമിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് എന്ത് ഡ്രസ്സ് ഇട്ട് ഇറങ്ങണമെന്ന് ഒരു ടെൻഷനുണ്ട് അലീനയ്ക്ക്. ബാലചന്ദ്രൻ കൊടുത്ത സാരിയും ആഭരണങ്ങളൊക്കെ എടുത്തിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണയും ബബിത റൂമിലോട്ട് വരും. ചേച്ചി റെഡിയാവാൻ പോവാണ്. അതെ, എന്ത് ഡ്രസ്സ് ഇട്ടാണ് ഇറങ്ങുന്നത്? സാരി ധരിച്ചിറങ്ങാനാണ് അച്ഛൻ പറഞ്ഞത്, പക്ഷേ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. അതിനെന്താ, ഞങ്ങൾ ഉടുപ്പിച്ച് തരാം. നിങ്ങൾക്ക് ഉടുക്കാൻ അറിയാമോ? ഉടുക്കാൻ അറിയില്ല, ഉടുപ്പിച്ച് തരാമെന്ന് കൃഷ്ണജ പറയുന്നുണ്ട്. അങ്ങനെ സാരിയൊക്കെ ആഭരണമൊക്കെ കൊടുക്കും. ഇത് കൊള്ളാമല്ലോ, അച്ഛൻ മേടിച്ച് തന്നെയാന്ന് പറയും. അങ്ങനെ അതെല്ലാം സാരിയൊക്കെ ഉടുപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് അലീനെ താഴോട്ട് കൊണ്ടുവരികയാണ്. അതേ സമയത്ത് തന്നെ ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഹലോ ഗോവർദ്ധൻ, താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല. ഇറങ്ങി ബാലേട്ടാ, ഞാൻ ഷോപ്പിലോട്ട് പോവുക. ബാലേട്ടൻ താമസിക്കുമോ വരാൻ? ഇല്ലടോ, ഞാൻ ഇന്ന് വരില്ല. ഞാൻ ഇന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോവുക. ഞാൻ പറഞ്ഞില്ലേ അലീനെ കൊണ്ടാക്കാനായിട്ട്. ഞാൻ വരണോ ബാലേട്ടാ? വേണ്ട, താൻ ഷോപ്പിലോട്ട് പോവുമല്ലേ, താൻ വരണ്ട. അല്ല ബാലേട്ടൻ, അങ്ങോട്ട് പോകുമ്പോൾ അലീനയുണ്ട്, തിരിച്ച് വരുമ്പോൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരണ്ടായോ? അത് ശരിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വരുന്നില്ല. ഞാൻ ഇന്ന് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും. അതിനുശേഷം പിറ്റേ ദിവസം വരത്തോളം എന്ന് പറയും. അല്ല ബാലേട്ടൻ അവിടെ ഇല്ലെങ്കിൽ വീട്ടിൽ കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ?
അതിന് പ്രശ്നമൊന്നുമില്ലടോ. ഞാൻ അലീനയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അതേ സമയം തന്നെ വൈജ ആ വിവരം അറിയും. അലീന അവിടുന്ന് പോയെന്ന് അറിയുമ്പോൾ തന്നെ വൈജ അവിടെ എത്തിയിരിക്കുമെന്ന് പറയും. അവൾക്ക് അതായിരുന്നല്ലോ ആഗ്രഹം, അലീനയെ അവിടുന്ന് പറഞ്ഞു വിടണമെന്നുള്ളത്. പക്ഷേ അവൾ തിരിച്ചു വരാനായിട്ടാണോ ഞാനും കാത്തിരിക്കുന്നത്, ഒരു യുദ്ധം തുടങ്ങാൻ. കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനോൻ എന്നോട് 23 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു കൂട്ടിയ ചതി ഞാൻ മറക്കത്തില്ല. അയാളുടെ മകളോട് ഞാൻ അതിന് പ്രതികാരം വീട്ടും. അവൾ തിരിച്ച് വീട്ടിലോട്ടൊന്ന് വന്നോട്ടെ. അലീനയുടെ പ്രശ്നങ്ങളും എല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്കൊരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കാൻ. എന്നെ ചതിച്ച എല്ലാവരോടും ഞാനൊരു മധുര പ്രതികാരം വീട്ടും എന്നൊക്കെ ഗോവർദ്ധനോട് പറയുന്നുണ്ട്. ഈ സമയം ഗോവർദ്ധൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും വൈജയന്തി കാണിച്ചത് ഒരു കൊടും ചതിയാന്നുള്ള കാര്യം ഗോവർദ്ധനും അറിയാം. അങ്ങനെ ശരി, എങ്കിൽ താൻ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്ക്, ഞാൻ നാളെ വരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ രോഹിത്തിനൊക്കെ പറയും, രോഹി ഞാൻ ഇന്ന് മടങ്ങി വരത്തില്ല, നാളെ വരുത്തുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കണം. കൃഷ്ണജയും ബബിതയും മാത്രമേ ഇവിടെ ഉള്ളൂ, എങ്ങോട്ടും ദൂരോട്ടൊന്നും പോകരുതെന്നൊക്കെ പറയും. ഇല്ലച്ചാ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയും. അതിനുശേഷം അലീനെ ഒരുക്കിക്കൊണ്ട് വരുന്ന കാണുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ അങ്ങ് ഭയങ്കര സന്തോഷമാവും. കാരണം നല്ല സാരിയൊക്കെ ഉടുപ്പിച്ച് ഒരു നവവധുവിനെ അണിയിച്ചൊരുക്കുന്ന കണക്കാണ് കൃഷ്ണജയും ബബിതയും അലീനെ കൊണ്ടുവരുന്നത്. അതേ വേഷത്തിൽ അലീനെ, ഒരു നവവധുവിൻ്റെ വേഷത്തിൽ അലീനെ കാണണമെന്നാണ് ബാലചന്ദ്രൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ അലീനെ കാണുന്നതും ബാലേന്ദ്രൻ്റെ കണ്ണങ്ങ് നിറയാണ്. രോഹിത്തും പറയും, ആഹാ ചേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് പറയും. ബാലേന്ദ്രൻ പറയും, ഇങ്ങനെ ഇതേ വേഷത്തിൽ നിന്നെ അണിയിച്ചൊരുക്കി ഇറക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, പക്ഷേ സന്ദർഭം ഇതായിരുന്നില്ല എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന അത് കേട്ട് നിന്നിങ്ങനെ കരയുന്നതാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണജയ്ക്കും ബബിതയ്ക്കും നല്ല സങ്കടം വരുന്നുണ്ട്. അങ്ങനെ അലീന നെടുമ്പുരക്കൽ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.